ദേശത്തിന്റെ പേരിലാണോ സ്ത്രീയുടെ വ്യക്തിത്വം വിലയിരുത്തേണ്ടത്? അതെ, വയറ്റിപ്പഴപ്പല്ലേ. വെറുതെ അല്ല തന്നെ നാട്ടുകാര് പ്രാകുന്നത്. ഈ ചാനൽ പ്രളയത്തില് പിടിച്ചു കയറാൻ ഒരു പിടിവള്ളി കിട്ടാതെ നിൽക്കുകയാണ് നമ്മുടെ ചാനൽ. ഇതൊരു പിടിവള്ളിയാ, കേട്ടിട്ടില്ലേ? പശുവിന്റെ ചൊറിച്ചിലും മാറും, കാക്കയുടെ വിശപ്പും മാറും. 24 ന്യൂസ് ചാനലിന്റെ പ്രൈം ടൈം ഡിബേറ്റ് എന്നെ ഏറ്റവും ഡിസപ്പോയിന്റഡ് ആക്കിയത് ആ ഡിബേറ്റിൽ ആര് ജയിച്ചു എന്നുള്ളതല്ല, ഇങ്ങനെ ഒരു ഡിബേറ്റ് തന്നെ ഉണ്ടായല്ലോ എന്നുള്ളതാണ്. നാക്കെടുത്ത് വളർത്താ എന്തെങ്കിലും നല്ല രണ്ട് വർത്തമാനം തന്റെ വായിന്ന് കേട്ടത് എനിക്ക് ചത്താ മതിയായിരുന്നു. സ്ത്രീകളുടെ ഡ്രസ്സിങ് വെച്ചിട്ട് അവരെ ജഡ്ജ് ചെയ്യാൻ പറ്റുമെന്ന് ഇല്ലാന്നേ. ഇവൻ നമ്മുടെ ചാനലിലെ ഏറ്റവും റേറ്റിംഗ് ഉള്ള വാർത്താ അവതാരകനാവുന്ന വെറുതെ അല്ല. വാ തുറന്ന വിഷമേ തുപ്പത്തുള്ളൂ. ഇനി എന്താണ് നിങ്ങളുടെ അടുത്ത ചോദ്യം? ഇങ്ങനെയും കൂടെ ചർച്ച വെക്ക്. സ്കിന്നിന്റെ നിറം നോക്കിയിട്ട് ആൾക്കാരുടെ വാല്യൂ ജഡ്ജ് ചെയ്യാൻ പറ്റുമോ? മതം നോക്കിയിട്ട് ആൾക്കാരുടെ ക്യാരക്ടർ ജഡ്ജ് ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ. അതൊന്നും എനിക്കറിയാൻ മേല. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയുമ്പോഴേ എന്റെ മനസ്സിനൊരു സന്തോഷം ഉണ്ടാവുള്ളൂ. ഞാൻ എന്റെ സന്തോഷം നോക്കി. Why is this even a debate? ചോദ്യം എങ്ങനെയാണ് ഇവിടെ ഇത്ര അക്സെപ്റ്റബിൾ ആവുന്നത്? ഇതിന്റെ ആൻസറിലല്ല പ്രശ്നം ഈ ചർച്ചയുടെ ഫ്രെയിമിങ്ങിലാണ്. ഒരു തെറ്റ ഇപ്പോഴാണ് എനിക്ക് എന്റെ പ്രശ്നം എന്താണെന്ന് മനസ്സിലായത്. നിങ്ങൾക്ക് എന്റെ പ്രശ്നം എന്താണെന്ന് അറിയോ? എന്താണ്? തിന്നട്ടെല്ലിന്റെ കുത്തൽ. തെറ്റായ ചോദ്യത്തിന് ലക്ഷക്കണക്കിന് ആൾക്കാരുടെ മുന്നിൽ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുമ്പോൾ അത് നോർമലൈസ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇതിലാണ് ഇന്നത്തെ കാലത്ത് ചുളിവില് ഫേമസ് ആവാൻ നല്ലത് ഈ ചാനൽ ചർച്ചയാ. ഇതാവുമ്പോ സുഖ രാത്രി 9 മണി മുതൽ വായ തോന്നിയതൊക്കെ തട്ടിവിട്ടാ മതി. അതിലും ചില ടെക്നിക്കുകളൊക്കെ ഉണ്ട്. ആണോടോ നിങ്ങളുടെ ചാനലിന്റെ സാമൂഹിക പ്രതിബദ്ധത? TRPക്ക് വേണ്ടിയിട്ട് രണ്ട് പക്ഷത്തെ വിളിച്ചു വരുത്തിയിട്ട് ഇമാതിരി പ്രിമിറ്റീവ് വിഷയം വിറ്റ് കാശാക്കാതെ ഇനി ഒരു കണ്ണാടി എടുത്ത് മുഖത്തോടുതാ ഇങ്ങനെ ചേർത്ത് പിടിച്ച് തറപ്പിച്ച് പറയണം, പാഴായിപ്പോയ ജന്മമെന്ന്. ചാനൽ പൂട്ടിയിട്ട് വേറെ വല്ല പണിക്കും പോ. ഇതൊക്കെ കഴിഞ്ഞിട്ട് താങ്കളുടെ ഒരു എന്ത് നോട്ടുണ്ടല്ലോ, ബോയ്ക്കോട്ട് ദിസ് ഡിസ്കസ്റ്റിംഗ് ഡിബേറ്റ് ഫോർമാറ്റ്. തുറന്നു പറയുകയാണെങ്കിൽ നാട്ടുകാർക്കെല്ലാം നിങ്ങളെപ്പറ്റി വളരെ മോശം അഭിപ്രായമാണ്. അതിനെനിക്ക് നിങ്ങളോട് സഹതാപമുണ്ട്. പക്ഷേ ഇനിയെങ്കിലും എല്ലാവരെയും കൊണ്ട് അതും ഇതും പറയിക്കാതെ ഒരു നല്ല രീതിക്ക് ജീവിച്ചൂടെ?